വാർത്തകളുടെ വസന്തകാലമായാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയെ എഴുത്തുകാരും വായനക്കാരുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഇത്ര വലിയ വിപുലമായ ഒരു പുസ്തകമേള വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ലോകത്തിലെ തന്നെ 4ാമത് പുസ്തകമേളയായി പേരെടുത്തിരിക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എല്ലാ വർഷവും ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ഭംഗി ഏറി വരികയാണ്. ഇക്കുറി അറേബ്യൻ ഷൂറിസിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. മമ്മൂട്ടി അടക്കമുള്ള വലിയ പ്രതിഭകൾ ഈ വേദിയെ സമ്പുഷ്ടമാക്കി. അതോടൊപ്പം തന്നെ കുഞ്ഞെഴുത്തുകാർ മുതൽ അറിയപ്പെടുന്ന വലിയ എഴുത്തുകാർ വരെ വായനക്കാർക്ക് വലിയ വിരുന്നുമായി ഈ മേളയിലെത്തി. ആ വിശേഷങ്ങളൊക്കെയും കോർത്തിണക്കിയാണ് അറേബ്യൻ ഷൂറിസ് ഇക്കുറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആരായുന്നവർ ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്ന ഇടമാണ് പുസ്തകശാലകൾ. പലതരത്തിലാണ് ആളുകൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നത്. പുസ്തകങ്ങളെ തീവ്രമായി പ്രണയിക്കുന്നവർ, നെഞ്ചിൽ ചേർത്തു പിടിക്കുന്നവർ, പുസ്തകങ്ങൾ കൂടെയുണ്ടെങ്കിൽ തനിച്ചല്ലെന്ന് കരുതുന്നവർ, പുസ്തകങ്ങളെ തൊട്ടു തലോടി ഉത്തേജിതരാവുന്നവർ. വായനയെക്കുറിച്ച് മലയാളി എഴുത്തുകാരനായ CV ബാലകൃഷ്ണൻ അടുത്തിടെ പറഞ്ഞ വാക്കുകളാണ് ഇത്. പുസ്തകങ്ങൾക്ക് അതിനപ്പുറം വ്യാഖ്യാനങ്ങൾ നൽകാനില്ല. വായനയിലൂടെ ലഭിക്കുന്ന ആനന്ദം ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്ത വിജ്ഞാനമാണ് ഓരോരുത്തരിലും പ്രദാനം ചെയ്യുന്നത്. 35 വർഷമായി ഷാർജയിൽ നടന്നുവരുന്ന അക്ഷരോത്സവം ഒരു ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതും അറിയാനുള്ള അടങ്ങാത്ത ത്വരയുടെ പ്രതിഫലനം തന്നെ. അറബ് രാജ്യത്ത് പുസ്തകങ്ങൾക്ക് ഇത്രയധികം പ്രചാരം ലഭിക്കുമ്പോൾ കൊച്ചു മലയാളവും കടൽ കടന്ന അറിവിന്റെ പൂക്കൾ വിതറുന്നതും അഭിമാനം തന്നെ. ഷാർജയുടെ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 1979 ഏപ്രിൽ 18 യുവജനങ്ങളുടെ ഒരു സമ്മേളനത്തിൽ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തി. നിർമ്മാണ മേഖലയിൽ കോൺക്രീറ്റ് വിപ്ലവം അവസാനിപ്പിച്ച് സാംസ്കാരിക വിപ്ലവം കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അറബ് ലോകം ശ്രദ്ധയോടെ ചെവിക്കൊണ്ടതും പിൽക്കാല ചരിത്രത്തിലെ വിലപ്പെട്ട അധ്യായമായി എഴുതി ചേർത്തു. എഴുത്തിന്റെയും വായനയുടെയും ഒരു വലിയ ലോകം തുറക്കാൻ ഈ പ്രഖ്യാപനം വഴി തുറന്നു. ഷെയ്ഖ് സുൽത്താന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം 3 വർഷം പിന്നിട്ട് 1982 ജനുവരി 18 ആദ്യമായി വളരെ ചെറിയ രീതിയിൽ ഷാർജ പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇന്നു കാണുന്ന ലോകത്തിലെ 4ാമത്തെ പുസ്തകമേളയായി മാറിയ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ആദ്യ പതിപ്പിന്റെ പേജ് അന്ന് തുറന്നു. പന്തയത്തിലെ വിജയി എന്നും സംസ്കാരമായിരിക്കുമെന്നും ഷെയ്ഖ് സുൽത്താന്റെ പ്രസിദ്ധമായ വാക്കുകൾ പിൽക്കാലത്ത് അക്ഷരോത്സവങ്ങൾക്ക് അഗ്നിയുടെ ആക്കം കൂട്ടുകയായിരുന്നു. ഷാർജയിലെ ആദ്യ പുസ്തകോത്സവത്തിൽ കേവലം 6 പ്രസാധകർ മാത്രമായിരുന്നു പങ്കെടുത്തത്. മാത്രമല്ല, ആ വർഷം സന്ദർശകർ ആരും തന്നെ എത്തിയതുമില്ല. എന്നാൽ ഷെയ്ഖ് സുൽത്താന്റെ നിശ്ചയദാർഢ്യം എടുത്ത തീരുമാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഉറച്ച കാൽവെപ്പുകളുടെ മുന്നോട്ടേക്ക് തന്നെ നടത്തിച്ചു. എങ്ങനെ വേണമെന്നും ഈ മേള പിന്നീട് തെളിയിക്കുകയായിരുന്നു. പ്രസാധകരോടും സത്യം തുറന്നെഴുതാനും നന്മയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും ഷെയ്ഖ് സുൽത്താൻ പ്രോത്സാഹിപ്പിച്ചു. എഴുത്ത് വലിയ ഉത്തരവാദിത്വമാണെന്നും അതിനോട് നീതി പുലർത്തേണ്ട ആവശ്യകതയും അദ്ദേഹം തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീടുള്ള ഷാർജ പുസ്തകോത്സവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ലോകരാജ്യങ്ങളിൽ പുകൾപെറ്റ എഴുത്തുകാരും നിരൂപകരും വായനക്കാരും മാധ്യമപ്രവർത്തകരും ഷാർജയിലേക്ക് ഒഴുകിയെത്തി. അക്ഷരാർത്ഥത്തിൽ എമിറേറ്റ് സാംസ്കാരിക നഗരിയായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഓരോ വർഷവും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓരോ പ്രമേയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷം റീഡ് മോർ, കൂടുതൽ വായന എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. വായന എല്ലാവർക്കും. ഷാർജയിൽ ഉള്ളപ്പോൾ വായിക്കുക, എഴുതിയ വാക്കുകളെ സ്നേഹിക്കുക. വായന കുട്ടികൾക്ക് വേണ്ടി,
അറിവിന് പരിധിയില്ല, അങ്ങനെ തുടങ്ങിയവ മുൻവർഷങ്ങളിൽ പ്രമേയങ്ങളായി അവതരിച്ചു. ഈ വർഷം UAEയുടെ വായനാ വർഷമായി പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ തെരഞ്ഞെടുത്തതോടെ ഷാർജ പുസ്തകോത്സവത്തിന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. മേളയിലെത്തുന്ന UAEയിലെ വിദ്യാർത്ഥികൾക്ക് വായനയും ലോകപ്രസിദ്ധ എഴുത്തുകാരെ നേരിൽ കാണാൻ സാധിക്കുന്നതും അവരോടൊപ്പം സംവദിക്കാൻ കിട്ടുന്ന അവസരവും ജീവിതത്തിലെ വലിയ അനുഭവമാണ്. കൂടാതെ എഴുത്തുകാർ ഷാർജയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിക്കാനും സമയം കണ്ടെത്തുന്നു. കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തെ കണക്ക് പ്രകാരം 50 ലക്ഷത്തിനടുത്ത ആളുകളാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സാന്നിധ്യം അറിയിച്ചത്. ഇന്ത്യൻ ഭാഷകളിൽ നിന്നും നിരവധി പ്രമുഖർ ഷാർജ പുസ്തകോത്സവങ്ങളിൽ ഇതുവരെ അതിഥികളായി എത്തിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വായന മടങ്ങി വരുന്നു, പുസ്തകങ്ങൾ ആദരിക്കപ്പെടുന്നു, എഴുത്തുകാരൻ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നൊക്കെ പറയുമെങ്കിലും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മലയാളം എഴുത്തുകാരൻ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് സംശയമുണ്ട് പലപ്പോഴും. അപ്പോൾ മലയാളം പുസ്തകം എന്നുള്ള പോലെ തന്നെ ഇംഗ്ലീഷ് വിവർത്തനവും ധാരാളമായിട്ട് വാങ്ങിയ ആളുകൾ ഒപ്പിടാൻ വന്നപ്പോൾ ഒരു വലിയ സന്തോഷമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഒരു വിസ്മയകരമായിട്ടുള്ള, വിസ്മയം നിറഞ്ഞ സന്തോഷം ആണ് എനിക്ക് നൽകുന്നത്. സാഹിത്യകാരന്മാർ മാത്രമല്ല, കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളും ഭരണാധികാരികളും ഇവിടേക്ക് എത്തി. മലയാളത്തിൽ നിന്നും എഴുത്തുകാരും നിരൂപകരും സാംസ്കാരിക പ്രവർത്തകരും വന്നും പോയുമിരുന്നു. ഈ വർഷം അതുല്യ കലാകാരൻ MT അവസാന നിമിഷത്തിൽ ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറിയപ്പോൾ നടൻ മമ്മൂട്ടി മേളയിൽ ഏറെ ജനപങ്കാളിത്തമുള്ള പരിപാടിയുടെ അതിഥിയായി മാറി. 60 രാജ്യങ്ങളിൽ നിന്നായി 1420 പ്രസാധകരും 15 ലക്ഷം പുസ്തകങ്ങളും, ഇവയിൽ 88,000 പുസ്തകങ്ങൾ പുതിയവയുമാണ് ഈ വർഷം വായനക്കാരെ തേടിയെത്തി. 11 ദിനരാത്രങ്ങൾ അക്ഷരനഗരിയിൽ ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അക്ഷരോത്സവം കടന്നു പോകുന്നത്. 228 പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ: അറബ് ലോകത്തെ എഴുത്തുകാരി ഷെയ്ഖ മൈസൂൺ അൽ ഖാസിമി, സൗദിയിൽ നിന്നുള്ള ഡോക്ടർ മുഹമ്മദ് അൽ മുഖ്രീൻ, കുവൈറ്റിലെ സാമൂഹ്യ മാധ്യമ പ്രവർത്തകൻ താലിഖ് അൽ റിഫായി അടക്കമുള്ളവരാണ് മേളയിൽ ഇക്കുറി സാന്നിധ്യം അറിയിച്ചത്. പാചക വിദഗ്ധരും സർക്കസ്, കാർട്ടൂണിസ്റ്റ് തുടങ്ങിയ 1417 പരിപാടികളും 11 ദിനരാത്രങ്ങളായി മേളയുടെ വിവിധ വേദികളിൽ അണിനിരന്നു. 25,000 ചതുരശ്ര അടി സ്ഥലത്തിലാണ് അക്ഷരങ്ങളുടെ വിരുന്ന് ഷാർജ വായനക്കാർക്കും എഴുത്തുകാർക്കുമായി ഒരുക്കിയത്. 55 പുതിയ മലയാള കൃതികൾ വിവിധ ദിവസങ്ങളിൽ മേളയുടെ ഭാഗമായി എക്സ്പോ സെന്ററിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രകാശനം ക്ലബ് FM ദുബായിയുടേതായിരുന്നു. ശ്രോതാക്കളുടെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾക്കൊള്ളിച്ചുള്ള കിതാബ് ഇത് നിങ്ങളുടെ കഥ എന്ന കവിതാ സമാഹാരമാണ് ക്ലബ് FM ദുബായ് പുറത്തിറക്കിയത്. മേളയിലെത്തിയ നടൻ മമ്മൂട്ടിയാണ് ഈ പുസ്തകത്തിന്റെ പുറംചട്ട അനാവരണം ചെയ്തത്. ഷാർജ ഇന്റലക്ച്വൽ ഹാളിൽ സംഗീതമയമായ പരിപാടിക്കിടെയായിരുന്നു ക്ലബ് FMന്റെ കിതാബ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം. ക്ലബ് FM ആർജകളുടെ കൂട്ടായ്മയായ രസം അവതരിപ്പിച്ച പഴയ ഗാനങ്ങളും കവിതകളും ചേർന്നിണക്കിയുള്ള സംഗീത പരിപാടി ഏറെ ഹൃദ്യമായിരുന്നു. മേളയുടെ ഫോറിൻ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻ കുമാർ
സർവ്വമണ്ഡലങ്ങളിലും യുഎയിൽ നിറസാന്നിധ്യമായ മൊയ്തീൻ കോയയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇത് ഈ നാടിന്റെ കഥ, ഇത് ഞങ്ങളുടെ കഥ. കിതാബ്